നമസ്കാരം ഗൈസ്, നിങ്ങളുടെ സ്വന്തം എസ് ബി. അപ്പോൾ നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ പടം ടർബോ അത് ഇപ്പോഴും ഞാനും കണ്ടിരിക്കുകയാണ് ഗൈസ്. സിനിമ കണ്ടിറങ്ങിയ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ രോമാഞ്ചിഫിക്കേഷൻ എന്നൊരു വികാരം മാത്രമാണ് ഇപ്പോൾ മനസ്സിലൂടെയും ശരീരത്തിലൂടെയും ഈ വണ്ടി ഓടിക്കുമ്പോൾ കാലുകളിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പടം കണ്ടപ്പം എനിക്ക് മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട്, ഈ പടം എത്ര കോടി കളക്ഷൻ എടുക്കുമെന്നുള്ള കാര്യം. നമ്മുടെ വൈശാഖ് തന്നെ സെറ്റ് ചെയ്തൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു നമ്മുടെ മോളിവുഡിൽ 150 കോടി ഇല്ലെങ്കിൽ 100 കോടി എന്നൊക്കെ പറഞ്ഞ മൈൽ സ്റ്റോൺസ്. അദ്ദേഹത്തിന് തന്നെ ഈ സിനിമ കൊണ്ട് മറ്റൊരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പം അതിന് മാത്രമുള്ള വാർത്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പടം ഉണ്ട് ഗൈസ്. ഇപ്പം എന്നെ പോലൊക്കെ തന്നെ മാസ് ആക്ഷൻ ഇടിപ്പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കിടുക്കാച്ചി ഫുൾ മീലായിരിക്കും ഈ പടം എന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുകയാണ്. കാര്യം ഇടിപ്പടം എന്ന് പറയുമ്പോൾ നമ്മുടെ കടുവാട് കാര്യം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. അപ്പം അതൊന്നും അങ്ങനെയൊന്നുമല്ല, ലക്ഷണമൊത്ത് ഇടിപ്പടം, തുടക്കം മുതൽ അവസാനം വരെ ഇടി, പള്ളിപ്പറമ്പിലിടി, പോലീസ് സ്റ്റേഷനിലിടി, ബസ്സിനകത്തിടി, മൊത്തം ഇടിയാണ് കേസ്. അപ്പം നിങ്ങൾ ഇടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇടിച്ചുകൊണ്ട് പറന്നു പോകുന്നു ഓർക്കും. അപ്പം അത് ഈ പടത്തെ പറ്റി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ്. കാര്യം ഫൈറ്റ്സ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഇടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകുന്ന സ്കീം ഒന്നും തന്നെ ഇല്ല. ആ ടർബോ ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടി ഇടിക്കും, ആ ഇടി അങ്ങനെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ഒരിക്കലും ഇതൊരു ഓവർ ഫൈറ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല. അതിനർത്ഥം അത് ഓവർ ഫൈറ്റ് ആണെന്നല്ല, എല്ലാ ഫൈറ്റിങ്ങും അതിന്റെ കൊറിയോഗ്രാഫിയും എല്ലാം എല്ലാം കൃത്യമായ രീതിയിൽ ഉൾച്ചേർത്ത ഒരു കിടുക്കൻ ആക്ഷൻ ത്രില്ലർ പടം ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പം മിഥുൻ മാനുവൽ തോമസ് ഈ പടം എഴുതിയത് നല്ല കിടുക്കച്ചിൽ എഴുതിയിട്ടുണ്ട്. കാര്യം പുള്ളിയെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയല്ല എന്ന് തോന്നിക്കൊണ്ടായിരിക്കും പുള്ളി വൈശാഖിന് ഈ പടം ചെയ്യാൻ കൊടുത്തത്. എന്താണെങ്കിലും ഈ പടം ചെയ്യേണ്ട സംവിധായകൻ അദ്ദേഹം തന്നെ ആയിരുന്നു, എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. കാര്യം മിഥുൻ മാനുവൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ബെറ്റർ ആവാം. പക്ഷെ എനിക്ക് തോന്നി ഈ പടം ചെയ്യാൻ കറക്റ്റ് സംവിധായകൻ വൈശാഖിന് എനിക്ക് തോന്നി. പിന്നെ മമ്മൂട്ടി കമ്പനി നമ്മുടെ 400 പടം സിനിമയിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ച തന്നെ ഇപ്പോഴും മിനുക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഈ പടം ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിടുക്കാച്ചി പടമാണ് ഗൈസ്. അപ്പം രോമാഞ്ചമായിരുന്നു. ഞാൻ എന്നാണെങ്കിലും 3 ദിവസമായി പടം റിലീസ് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കൈയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. കാര്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്ക് പണ്ട് തൊട്ടേ പവർഫുള്ളായ കഥാപാത്രങ്ങളോട്, എസ്പെഷ്യലി ഈ വലത്തേക്ക് പവർ കൂടുതലുള്ള കഥാപാത്രങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, പുള്ളിയുടെ പകുതി പ്രായമുള്ള മകനെ കൊണ്ട് പോലും ഇത് കൂടി പടം ചെയ്യാൻ ലൈഫ് ടൈം പറ്റുകയില്ല എന്ന് ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയ കാര്യങ്ങളും പ്രേക്ഷകരെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കണ്ടേ. അപ്പോൾ പിന്നെ തിയേറ്ററിൽ മൊത്തം കാർച്ചയും കൂച്ചയൊക്കെയായിരുന്നു. നമ്മുടെ യുജിഎം സിനിമാസിലേക്ക് ഏറ്റവും താഴത്തെ റോയിൽ വരെ ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ. അപ്പം പണ്ട് മമ്മൂക്കയുടെ പോക്കിരിരായ എന്ന് പറഞ്ഞ സിനിമ 25,000 ഹൗസ്ഫുൾ ഷോസ് റെക്കോർഡ് കിട്ടും എന്നൊക്കെ ഇവിടെ പോസ്റ്ററിലെ കണ്ടെന്ന് തോന്നുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ ഈ പടത്തിനും കഴിയട്ടെ നല്ലൊരു വിജയമായ തിയേറ്ററിനൊക്കെ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഈ പടം തിയേറ്റർ തന്നെ കാണണം. നാളെ നിങ്ങൾ OTT കണ്ടാൽ ഇതിന്റെ ഫൈറ്റിന്റെ ഒക്കെ ആ ഒരു എന്നാ പറയുന്നത് ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയല്ല. നിങ്ങൾ വീട്ടിൽ ഹോം തിയേറ്ററെ കണ്ടാലോ അല്ലെങ്കിൽ ഫോണിൽ കണ്ടാലോ ഹെഡ്സെറ്റെ കണ്ടാലോ എങ്ങനെ കണ്ടാലും ഈ പടത്തിന്റെ ഫീൽ കിട്ടത്തില്ല. അത് ആ കാർച്ചയും കൂച്ചയും ബഹളൊക്കെ തിയേറ്റർ തന്നെ കാണേണ്ട ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ എന്റർടൈനർ സിനിമയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ പടത്തിന്റെ ടീമിന് എല്ലാത്തിനും ആശംസകൾ നേരുന്നു. നിങ്ങളിപ്പോൾ ഉറപ്പായിട്ടും കാണാൻ നിങ്ങൾക്ക് ഡിസപ്പോയിന്റ് ആകത്തില്ല, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഗൈസ്. അപ്പം ഇതുവരെ എന്നെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല, നിങ്ങളെ പടത്തെ റിവ്യൂ ഒക്കെ വേറെ കണ്ടു കാണും. അപ്പം ഞാൻ ഇന്ന് ഈ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണി 2-3 വീഡിയോ ചെയ്തതൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകും. കാര്യം മോളിവുഡിന്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് പുള്ളി അഭിനയിച്ചൊരു കിടുക്കാച്ചി പടം വന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്നതിനായി പണി ഇത്രയും കാലം ചെയ്തേ എന്ന് ഞാൻ എന്നോട് തന്നെ പിന്നീട് ചോദിക്കും. അപ്പം അങ്ങനെ ചോദ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഞാൻ ചെയ്യില്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, തോന്നിയാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നു, പോകുന്നു. ബൈസ്, ഗുഡ് നൈറ്റ്.